ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. തീർച്ചയായിട്ടും വളരെ മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ഒരു പക്ഷേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാപ്റ്റർ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുഞ്ഞൊരു വീഡിയോ ആണ്, വലിയ സംഭവമുള്ള വീഡിയോ ഒന്നും അല്ല. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കുറച്ച് പ്രൂഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ കുറച്ച് ഷോർട്ട് ആക്കുന്നതും നല്ല രസമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ട 2 ടേബിളുകളുണ്ട്. ഈ കാണുന്ന ടേബിൾ ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കിയത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. പക്ഷേ ഈ ടേബിളൊക്കെ കാണാതെ പഠിക്കാനുള്ളത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അല്ലേ, സൈലത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലാണ്. സോ ആ കോഴിക്കോടിനെ ഞാനൊന്ന് മാറ്റിയതുകയാണ് കോസ് സീക്ക് കോട്ട് നാക്കി, കോസിക്കോട്ട് നാക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇയാളെയാണ് ഞാൻ ഫാമിലി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ കോസ് സീക്ക് കോട്ട് അല്ലാത്ത വേറെ കുറച്ച് ഫാമിലി ഉണ്ട്. സൈൻ ഉണ്ട്, പിന്നെ കൊസീക്ക് ഉണ്ട്, ആൻഡ് ടാൻ ഉണ്ട്. ഓക്കെ, ഇത് വേറൊരു ഫാമിലി. ഇങ്ങനെ 2 വിഭാഗമാക്കിയിട്ടാണ് ഞാൻ ഇവരെ തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ട്രിക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കോസിക്കോട്ടാണ്. കോസ് സീക്ക് കോട്ട് വരുന്നതിന് ഒരു ട്രിക്ക് ഉണ്ട്. കോസ് സീക്ക് കോട്ട് നോക്കി നോക്കും മക്കൾ, എന്താണ് ട്രിക്ക്? കോസ് വരുന്നത് 0 to π. ആദ്യം ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π ആണ്. പിന്നെ അതെന്തായി മാറുന്നു? സീക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to πയിൽ നിന്ന് π/2 കുറയ്ക്കുന്നു. കാരണം സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. 1/cos എന്ന് പറഞ്ഞാൽ കോസ് 0 ആവുന്ന പോയിന്റാണ് 90 ഡിഗ്രി. അപ്പം അടിയിലൊരിക്കലും 1/cos അടിയിലൊരിക്കലും 0 വരാൻ പാടില്ല. അതുകൊണ്ട് ആ π/2 അവൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π, ക്ലോസ് ഇന്റർവെൽ 0 to πയിൽ നിന്ന് π/2 കുറയ്ക്കുന്നു. പിന്നെ കോട്ടിലേക്ക് വരുന്ന സമയത്ത് അത് ഓപ്പൺ ഇന്റർവെൽ ആവുന്നു. ഇത് 3 പഠിച്ചു കഴിഞ്ഞു. ഈ സെയിം ഐഡിയ തന്നെയാണ് ബാക്കിയുള്ള 3 നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സൈന് നോക്കാം. സൈനിൻ്റെ വരുന്ന സമയത്ത് ക്ലോസ് ഇന്റർവെൽ -π/2 to π/2 ആണ്. നമുക്കറിയാം കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. 1/sin എന്ന് പറഞ്ഞാൽ സൈന് 0 ആവുന്നത് 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെ -π/2 നിന്നും ആ 0 അങ്ങ് ഒഴിവാക്കുന്നു. ലാസ്റ്റത് ടാനിലേക്ക് എന്ത് വരുന്നു? ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. അപ്പോൾ കോസ് സീക്ക് കോട്ട് 0 to π വെച്ചുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. കോസ് സീക്ക് കോട്ട് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം എങ്ങനെയാണ്. ആദ്യം ക്ലോസ് ഇന്റർവെൽ 0 to π ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ 0 to πയിൽ നിന്നും π/2 കുറയ്ക്കുന്നു. π/2 കുറയ്ക്കാൻ കാരണം എന്താണ്? 90 ഡിഗ്രി വരുന്നത് കൊണ്ടാണ്. പിന്നെ ഓപ്പൺ ഇന്റർവെൽ 0 to π ആണ്. അടുത്തത് ക്ലോസ് ഇന്റർവെൽ -π/2 to π/2 ആണ്. അതിൽ നിന്ന് 0 കുറയ്ക്കുന്നു. ഇന്ന് -0 കുറയ്ക്കുന്നു. എന്നിട്ട് ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. ആ ട്രിക്ക് പഠിച്ചു. അത്രേ ഉള്ളൂ ആ ടോപ്പിക്, ആ ടേബിൾ പഠിക്കാൻ. സെറ്റ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കണ്ട ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിങ്ങൾക്കൊരു ഫീല് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. അടുത്തൊരു കാര്യമാണ്, ഈ ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ടതാണ്. ഈ കാണുന്ന 2 കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾ പഠിക്കാൻ പറ്റും. കോസ് സീക്ക് കോട്ട്. ഓക്കെ, കോസ് സീക്ക് കോട്ട്. കോസ് സീക്ക് കോട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പരീക്ഷ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -cos x അല്ലെങ്കിൽ -x എന്ന് പറഞ്ഞാൽ, കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പൈ പുറത്തെടുത്തിട്ട് π - cos x എന്ന് എഴുതണം. π - cos x. ഫോർ എക്സാമ്പിൾ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ π കോസ് ഇൻവേഴ്സ് ഉണ്ട് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. അതായത് ആ മൈനസ് നമ്മൾ π - ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. π - കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. ഇവിടേക്ക് വരുന്ന സമയത്ത് അത് പോസിറ്റീവ് ആവും. ഒരു π എക്സ്ട്രാ വരുന്നുള്ളൂ. ഇതാണ് കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞത്. π - കോസ് ഇൻവേഴ്സ് ഓഫ് x ആണ്. ഇനി സൈന് ടാന് കോസീക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. സൈൻ ഇൻവേഴ്സ് ഓഫ് -sin x എന്നാൽ മൈനസിനെ പുറത്തെടുത്താൽ മതി. -sin ഇൻവേഴ്സ് ഓഫ് x. ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറയുന്നതും -sin ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അത് കോസിലേക്ക് വരുന്ന സമയത്ത് π - sin കോസ് ഇൻവേഴ്സ് ആവുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ് സീക്ക് കോട്ട്, ബാക്കിയുള്ള 3 എണ്ണമാണ്. സെറ്റ് ആണല്ലോ? അപ്പോൾ കോസ് സീക്ക് കോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ π - യൂസ് ചെയ്യുക. അല്ലാത്ത വരുന്ന സമയത്ത് മൈനസ് പുറത്തെടുക്കുക. സോ ഇത് വെച്ച് ഉറപ്പായിട്ടും 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് നിങ്ങളുടെ പരീക്ഷ ചോദ്യം ഉണ്ടാവും. ആ കാണുന്ന രീതി ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആ കാണുന്ന രീതിയിലൊരു ചോദ്യമാണ് ഈ കാണുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√? ഇവിടെ മൈനസ് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് എക്സ് അല്ലെ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് എഴുതാം. ലെറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. അപ്പോൾ സൈൻ ഇൻവേഴ്സിന് ഇങ്ങോട്ട് എടുത്താൽ സൈൻ തീറ്റ ഈക്വൽ ടു അല്ലെ എക്സ് എന്ന് പറഞ്ഞു എടുക്കാം കേട്ടോ, 1/√2. തീറ്റ ഏത് ഡിഗ്രി ആവുന്ന സമയത്താണ് 1/√2 കിട്ടുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗസ് അടിക്കാം. 1/√2 എന്നാൽ π/4 ആണ്. സോ തീറ്റ ഈക്വൽ ടു π/4. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ആ ടേബിൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല കേട്ടോ. ഇനി അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഗസ് അടിച്ച് നോക്കിയാൽ മതി. ഇത് അറിയാത്ത ആളുകൾ അല്ലെ 30:60:90 അല്ലെ 40:40:90 അത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്, ചിലപ്പോൾ 1 മാർക്കാണ്. ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആ രീതിയിൽ പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് √3. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് √3 നമുക്ക് എന്താക്കാം? ലെറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു √3 എന്ന് വരും.
ടാൻ എക്സ് √3 ആവുന്നത് ഏത് ആംഗിളിലാണടാ? ടാൻ 60 ഡിഗ്രി ആകുമ്പോഴാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു π/3 ആംഗിൾ കിട്ടി. എക്സ് ഈക്വൽ ടു എത്രയാണ്? π/3 ആണ്. സംശയമൊന്നുമില്ലല്ലോ. സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 മക്കൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ മൈനസ് വന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം കോസ് സീക്ക് കോട്ടാണെങ്കിൽ ഇത് മൂന്നിലും മൈനസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കോസ് ഇൻവേഴ്സ് ഓഫ് -x, സീക്ക് ഇൻവേഴ്സ് ഓഫ് -x, കോട്ട് ഇൻവേഴ്സ് ഓഫ് -x, ഈ മൂന്നിലും മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? π മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ആണ്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സീക്ക് ഇൻവേഴ്സ് ഓഫ് -2നെ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈസ് ഈക്വൽ ടു π മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആൾക്കും അറിയാത്തൊരു കാര്യമാണ് മക്കളെ. സീക്ക് ഇൻവേഴ്സ് കാണുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കണ്ടുപിടിക്കാം? അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നതും കോസിന്റെ റെസിപ്രോക്കലാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കോസിന്റെ റെസിപ്രോക്കൽ ആണല്ലോ സീക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 വരുന്നത് ഏത് ആംഗിളിലാണ്? ഇനി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ യൂസ് ചെയ്യാം. 1:√3:3 30:60:90 1:√3:2. അപ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പർന്യൂസ്. അപ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർന്യൂസ് ബൈ അഡ്ജസന്റ്. അപ്പോൾ 60 ഡിഗ്രി വരും. 2/1 60 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 തന്നെയാണ്. സോ ആൻസർ ഈസ് എന്ത് വരും? π/3 മൈനസ് ഇവിടെ ഒരു സാധനം കൂടി ചെയ്യാൻ കേട്ടോ. മൈനസ് വരുന്ന സമയത്തിൻ്റെ π മൈനസ് π/3 വരും. ഇത് π മൈനസ് π/3 വരും. സോ ആൻസർ ഈസ് π മൈനസ് π/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3π മൈനസ് π ദാറ്റ് ഈസ് 2π/3. സോ ഫൈനൽ ആൻസർ ഈസ് ഈ കാണുന്ന വാല്യൂ π/3 ആണെന്ന് കിട്ടി. ഈ കാണുന്ന വാല്യൂ 2π/3 ആണെന്ന് കിട്ടി. സോ π മൈനസ് 2π എന്ന് പറഞ്ഞാൽ മൈനസ് π/3. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ചധികം ചെയ്യാണ്ട് 3 മാർക്ക് ഉണ്ടാവും കേട്ടോ. ഈ ടോപ്പിക്കിന് ഈ രീതിയിലൊരു ചോദ്യം വരികയാണെങ്കിൽ 3 മാർക്ക് ഉണ്ടാവും. ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്നതാണ്. മൈനസ് വരികയാണെങ്കിൽ കോസ് സീക്ക് കോട്ട് ഈ മൂന്നിൽ മൈനസ് വരികയാണെങ്കിൽ ഉത്തരത്തിൽ എന്ത് വരും? π മൈനസ് വരും. അത് മാത്രം ആലോചിച്ചാൽ മതി. അത് വെച്ചിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കോസ് സീക്ക് കോട്ട് π മൈനസ് വരും. സോ π മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്താക്കാം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. π മൈനസ് π/3 വരും. നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആകുന്ന പ്രതീക്ഷയോടുകൂടി മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതും നിങ്ങൾക്ക് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കോസ് സീക്ക് കോട്ട് ഇത് 3 വരികയാണെങ്കിൽ π മൈനസ് നിങ്ങൾ പുറത്തെടുക്കണം. അത് വെച്ച് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതേ രീതിയിലുള്ള മറ്റൊരു ഡിഫിക്കൽട്ടാണ് എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. ഈ രീതിയിലൊരു ചോദ്യം വരാണ് നിങ്ങൾ ഏറ്റവും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാം. ആദ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കാണണം. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ 30:60:90 വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും ഈസി ആയിട്ട്. 1:√3:2. അങ്ങനെ സൈൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ് 1/2. സോ തീറ്റ ഈക്വൽ ടു π/6 ആണ്. ഓക്കെ, ആ കാണുന്ന π/6 ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. സോ ദ ആൻസർ ഈസ് എന്ത് വരും? ഈ കാണുന്ന ഭാഗത്ത് π/6 ആവും. ഈ കാണുന്ന ഭാഗം എന്താവും? π/6. അപ്പോൾ 2 × π/6 എന്ന് വരും. 2 × π/6. ആ 6നെയും 2നെയും വെട്ടാം. അപ്പോൾ π/3 എന്ന് വരും. ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരുന്നു? π/3 എന്ന് വന്നു. അപ്പോൾ ആൻസർ എന്താ? 2 cos π/3. എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × cos π/3. ഓക്കെ, അപ്പം ഞാൻ വെട്ടിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കിട്ടി. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എന്താടാ? വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2? ദാറ്റ് ഈസ് π/6 ആണ്. സൈൻ ഇൻവേഴ്സ് 1/6ന്റെ സ്ഥാനത്ത് ഞാൻ കൊടുത്തു π/6 എന്ന് കൊടുത്തു. അതാണ് ചെയ്തത്. π/6 അത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിലാണ് π/6. അപ്പോൾ ഇൻറ്റുവിന് 6നെ വെട്ടിയതാണ് π/3. കോസ് π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് π/3 ആണ്. കോസ് 60 ആണ്. കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഓൾസോ 1/2 ആണ്. സോ ഇതിന് ആൻസർ എന്ത് ചെയ്യാം? 2 × 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × 1/2 ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രീതിയിൽ ചെയ്യാം. സോ ദ ആൻസർ ഈസ് π/4 ആണ് ഇതിൻ്റെ ആൻസർ. ഫുൾ മാർക്ക്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. ഒരു ഓർഡറിൽ ഇങ്ങ് പോന്നാൽ മതി മക്കളെ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ടൈപ്പാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിലുള്ള ചോദ്യത്തിൻ്റെ റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഡൊമൈൻ ആൻഡ് റേഞ്ച് ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ. മക്കളെ സാധാരണ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് ആണ്. എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എക്സ് ആണ്. എക്സ് ബിലോങ്സ് ടു -π/2 to π/2. സൈനിൻ്റെത് -π/2 to π/2. ഈ രണ്ട് ആംഗിളിൻ്റെ ഇടയിലായിരിക്കണം എന്നുള്ള മസ്റ്റാണ്, കണ്ടീഷനാണ്. ഓക്കെ, കോസ് സീക്ക് കോട്ട്. സൈനിൻ്റെത് നമുക്കറിയാം. സൈനിൻ്റെത്
മൈനസ് പൈ ബൈ ടു ആണ്. കോസിൻ്റെതാണെങ്കിൽ 0 to π. ആ ഇൻ്റർവെല്ലിൽ തന്നെ വരണം, എന്നാലേ അത് ആൻസർ ശരിയാവുള്ളൂ. ഈ കാണുന്ന ആൻസർ ശരിയാവുള്ളൂ. എന്നാൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഫോർമാറ്റ് വന്നു. അപ്പോൾ നമ്മൾ വേഗം ചാടി കയറി എന്ത് എത്ര എഴുതും, 13π/7 എഴുതും. പക്ഷെ ആൻസർ തെറ്റാണ്. കാരണം 13π/7 എന്ന് പറയുന്ന ആംഗിൾ ഇതിൻ്റെ ഇടയിലല്ല വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ മാറ്റുന്നു. എങ്ങനെയാണ് മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ അറിയാത്ത ആളുകൾ എഴുതിച്ചോളൂ കേട്ടോ. ആണെങ്കിൽ അത് മാറ്റുന്നത് എങ്ങനെയാണ്, ആദ്യം സൈൻ 13π/7 ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇത് +1 നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, 7 13 ഏറ്റവും അടുത്തുള്ള 7ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കാം. 13 ഏറ്റവും അടുത്തുള്ള 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്, ദാറ്റ് ഈസ് 14 ആണ്. സോ സൈൻ ഓഫ് 14π - π, അതാണ് 13π/7. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം അല്ലേ. 13π/7 നമുക്ക് എന്ത് ചെയ്താം, 14π - π/7 - π/7 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് സൈൻ ഓഫ് 2π - π/7. നിങ്ങൾക്കറിയാം 2π ആണെങ്കിൽ ഇത് 0 ഡിഗ്രി, ഇത് π ഡിഗ്രി, ഇത് 2π ഡിഗ്രി. ഡിഗ്രി അല്ല 2π 360. 2π മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലോക്കിന് അനുകൂലമായിട്ട് ക്ലോക്ക് വൈസ് നടക്കുന്നതിനാണ് ആംഗിൾ ഇത് മൈനസ് എന്ന് പറയാം. 2π മൈനസ് ആണെങ്കിൽ അത് 4th ക്വാഡ്രൻ്റ് ആണ്. 4th ക്വാഡ്രൻ്റ് സൈന് നമുക്കറിയാം. 2π ആണെങ്കിൽ ചേഞ്ച് ചെയ്യോ, ഇല്ല. +1 ട്രിഗണോമെട്രി ആണ്. 2π ആണെങ്കിൽ ചേഞ്ച് ചെയ്യില്ല. അറിയാത്ത ആളുകളൊന്നും പോയി പഠിക്കാം, അല്ലാത്ത ആൾ ഇത് ബൈഹാർട്ട് ചെയ്തെങ്കിലും പഠിക്കാം. 2π ആണെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യില്ല. സപ്പോൾ സൈൻ തന്നെ ഉത്തരം വരും. പിന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട്, 2π മൈനസ് എന്ന് പറയുമ്പോൾ 4th ക്വാഡ്രൻ്റ് ആണ്. 4th ക്വാഡ്രൻ്റ് സൈന് നെഗറ്റീവ് ആണ്. സോ ആൻസർ ഈസ് -sin π/7 ആണ്. -sin π/7 ആണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരുന്നറിയോ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ -π/7 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ -π/7. അപ്പം -π/7 എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്, -π/2 π/2 ഇടയിൽ വരും അല്ലേ. π/7 എന്ന് പറഞ്ഞാൽ 180/7 ആണ്. 180/7 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരെടാ, ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. 180/7 വരുമ്പോൾ 9, യെസ്, 180/7 ദാറ്റ് ഈസ് ഏകദേശം 25 ഡിഗ്രിയാണ് വരിക. അപ്പോൾ -25 ഡിഗ്രി എന്ന് പറയുന്നത്, സോ ആൻസർ ഈസ് -π/7. ദാറ്റ് ഈസ് ബിലോങ്സ് ടു -π/2 to π/2. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്നും വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവ ടഫായിട്ട് വരികയാണെങ്കിൽ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം കേട്ടോ. അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ വെച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എത്രയാണെന്ന് നോക്കുന്ന സമയത്ത് ഈ 2π/3 എന്ന ആൻസർ ചെയ്തത്. കാരണം 2π/3 എന്നാൽ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി -90ൻ്റെയും +90ൻ്റെ ഇടയിലല്ല വരുന്നത്. അതുകൊണ്ട് ഇതിനെന്താക്കണം, 2 ഏറ്റവും അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ π - π/3 എന്ന് എഴുതണം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന വെച്ച് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് ഓഫ് 3π/4 3π/4 എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ടാൻ്റെ വാല്യൂ അല്ലെ, കോസ് സീക്ക് കോട്ട് എന്ന് പറയുന്നത് ഏതാണ്, -π/2 0 to π ആണ്. കോസ് സീക്ക് കോട്ട് 0 to π ആണ്. ടാൻ്റെത് വരുന്ന സമയത്ത് നമ്മുടെ -π/2 ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 ഇതിൻ്റെ ഇടയിലാണോ വരുന്നത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. കോസ് സീക്ക് കോട്ടിന് ഇത് വരും ഏത്, 0 to π 7π/6 0 to π ആണോ വരുന്നത് നോക്കുക. ആണെങ്കിൽ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ലൈവിലേക്ക് നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാണുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ അടുത്തൊരു പ്രധാനപ്പെട്ട കുറച്ച് പ്രൂഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി കുറച്ച് പ്രൂവ് ചെയ്യാനുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് കഴിഞ്ഞു മക്കളെ. പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഈ രീതിയിൽ വെരിഫൈ റൈറ്റ് ദ ഫംഗ്ഷൻ, സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഏതാണ് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ മക്കളെ നിങ്ങൾക്കറിയാം, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്നാൽ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഈ കാണുന്ന ഭാഗത്തെ ടാൻ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് കോസ് എക്സ് ഉണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന കേട്ടോ നല്ലത്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് ഓഫ് എല്ലാത്തിനെയും ത്രൂ ഔട്ട് നമ്മൾ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ത്രൂ ഔട്ട്. അപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ് ത്രൂ ഔട്ട് നമ്മൾ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇങ്ങനെ വരും എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കറിയാം കോസ് എക്സ് ബൈ കോസ് എക്സ് എന്നാൽ 1 ആണ്. 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് കിട്ടും. എവിടെയെങ്കിലും പരിചയം ഉണ്ടാവും? ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ +1 ട്രിഗണോമെട്രിയിൽ ടാൻ ഓഫ് π/4 മൈനസ് എക്സിൽ പഠിച്ചിട്ടുണ്ട്. ടാൻ ഓഫ് π/4 മൈനസ് എക്സ് എന്തായിരുന്നു, ടാൻ ഓഫ് എക്സ് മൈനസ് ടാൻ വൈ, ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ.
അപ്പോൾ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് എന്താണ്? ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ആണ്. സോ ദ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. അപ്പോൾ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. സോ ദ ആൻസർ ഈസ് പൈ ബൈ 4 മൈനസ് എക്സ്. എക്സ് ബിലോങ്സ് ടു, അല്ലെങ്കിൽ ഈ പൈ ബൈ 4 മൈനസ് എക്സ് ബിലോങ്സ് ടു പൈ ബൈ 4 മൈനസ് എക്സ് ബിലോങ്സ് ടു 0 to പൈ. സോറി, കോസ് സീക്ക് കോട്ട് മൈനസ് പൈ ബൈ 2 0 to മൈനസ് പൈ ബൈ 2 to പൈ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? പൈ ബൈ 4 മൈനസ് എക്സ്. ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്? ഫുൾ മാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താക്കുക, ആ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ ഇതേ രീതിയിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് ഒക്കെ നിങ്ങൾക്കറിയാം, പൈ മൈനസ് വെച്ച് ചെയ്യുക, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, അടുത്തൊരു രസകരമായുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഒരു പ്രൂഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, പ്രൂഫ് അല്ല, എക്സ്പ്രസ് ഇൻ ദ സ്മോളസ്റ്റ് ഫോം ആണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ്, ഉള്ളിൽ ടാൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഈ എക്സിന്റെ പൊസിഷൻ നമ്മൾ എന്ത് കൊടുക്കുന്നു? യെസ്, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? ടാൻ തീറ്റ കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ഇതിൽ നിന്ന് ഫസ്റ്റ് തന്നെ സ്റ്റെപ്പ് എഴുതി എടുക്കാം, ഇനി ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് കൊടുക്കാൻ പോവാണ്. സോ ദ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണെന്ന് അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റയാണ്. നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. അപ്പോൾ അതിൽ നിന്ന് ആ സ്ക്വയറിന് അങ്ങോട്ട് എടുത്താൽ റൂട്ട് ആവും. റൂട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാൽ സീക്ക് തീറ്റ വരും. സോ ദ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റയാണ്. സീക്ക് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സീക്ക് തീറ്റന അതിനെ കുറച്ചുകൂടി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റ എന്നാൽ 1 ബൈ കോസ് തീറ്റയാണ്. 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ എന്നാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. എഴുതി പഠിക്കട്ടെ ഈ പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. സോ ദ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും? 1 മൈനസ് കോസ് തീറ്റ, 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതിൽ കോസ് തീറ്റയും കൂടി ഉണ്ട് കേട്ടോ. ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇത്രയും കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം? ഈ കാണുന്ന കോസ് തീറ്റയും ഈ കാണുന്ന കോസ് തീറ്റയും നമുക്ക് എന്താക്കാം? വെട്ടാം. അപ്പോൾ എന്ത് ബാക്കി വന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഇവിടെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. +1 ട്രിഗണോമെട്രിയിൽ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചതെന്ന് ഓർമ്മ ഉണ്ടോ? കോസ് 2 തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? ദാറ്റ് ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, ഈ കാണുന്ന ഇക്വേഷനിൽ നിന്നും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 1 മൈനസ് കോസ് 2 തീറ്റ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1 മൈനസ് കോസ് 2 തീറ്റ എന്നാൽ 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, അതായത് ഈ പ്ലസ് കോസ് 2 തീറ്റനെ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 1 മൈനസ് കോസ് 2 തീറ്റ അല്ല, 1 മൈനസ് കോസ് തീറ്റയാണ്. സോ ഹാഫ് ആംഗിൾ എടുക്കുന്നു. 1 മൈനസ് 2 തീറ്റയ്ക്ക് പകരം നമ്മൾ അതിൻ്റെ ഹാഫ് ആണ് എടുക്കുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ ഹാഫ് ആണ് വരിക. 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഹാഫ് ആംഗിൾ. സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് സൈൻ 2 തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ അറിയാം. സൈൻ 2 തീറ്റ എന്താണ്? സൈൻ 2 തീറ്റ ഇക്വേഷൻ 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റയാണ്. 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ നമുക്ക് സൈൻ 2 തീറ്റ അല്ല ആവശ്യം, അടിയിൽ സൈൻ തീറ്റയാണ് ആവശ്യം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഹാഫ് എടുക്കുന്നു. 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. അതായത് ഈ 2 ഇക്വേഷനാണ് ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ ആവശ്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റെപ്പും പഠിച്ചു വെച്ചാൽ മതി. മറ്റേ നിങ്ങൾ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഈ 2 സ്റ്റെപ്പ് അറിയുന്ന കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. സോ എന്ത് കിട്ടുന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ്, ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ്, യെസ്, വാട്ട് ഈസ് 1 മൈനസ് കോസ് തീറ്റ? 1 മൈനസ് കോസ് തീറ്റ പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സോറി, 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 മൈനസ് ഇല്ല, 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്നാൽ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. സോ ആൻസർ ഈസ് 2 2 ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 സൈൻ തീറ്റ ബൈ 2 കട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് എന്ത് വന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2 അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2 എന്നാൽ ദാറ്റ് ഈസ് തീറ്റ ബൈ 2. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്നാൽ എന്താ? ടാൻ എക്സ് ആണ്. സോ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. സോ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2.
റൈറ്റ് ആൻസർ. ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ കാണുന്ന ചോദ്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ഇതേ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. സെയിം രീതിയിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കാം, ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ക്ലാസ്സിലേക്ക് വരിക. ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഈ ചാപ്റ്റർ എല്ലാവർക്കും അത്ര വട്ടം ദഹിക്കണം എന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനും കണ്ട കുട്ടിക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും, ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാൻ കാരണം നമ്മളല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താക്കുക, ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിച്ചു നോക്കുക. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു പേടി മാറി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറക്കണ്ട, കോസ് സീക്ക് കോട്ട്, കോസിക്കോട്ടാണ്. അതായത് കോസ് സീക്ക് കോട്ട് ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ആംഗിൾ 0 to π. ആദ്യം ക്ലോസ് ഇന്റർവൽ 0 to π, പിന്നെ ക്ലോസ് ഇന്റർവൽ 0 to π എന്ന് സീക്ക് വരുന്ന സമയത്ത് π/2 കുറയ്ക്കണം, പിന്നെ ഓപ്പൺ ഇന്റർവൽ 0 to π. ബാക്കിയുള്ളത് -π/2 to π/2, അതിൽ 0 കുറയ്ക്കണം, ഓപ്പൺ ഇന്റർവൽ -π/2 to π/2. അത് നിങ്ങൾ പഠിച്ചു. പിന്നെ കോസ് സീക്ക് കോട്ട് വരുന്ന സമയത്ത് ഉള്ളിൽ നെഗറ്റീവ് ആണെങ്കിൽ π- പുറത്ത് വരും, അല്ലാത്തതിലൊക്കെ നേരെ മൈനസ് ആണ് പുറത്ത് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. വിഷു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.